ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഹാമ്പർ. ഇതിപ്പോൾ ഏതാടാ ഈ പുതിയ ഹാമ്പർ എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ഇത് അതാടോ, കഴിഞ്ഞ ദിവസം കുറച്ച് സാധനങ്ങൾ ഹാമ്പറിൽ വെക്കാനായി വാങ്ങാൻ പോയില്ലേ, അതൊക്കെ വെച്ചിട്ടുണ്ടാക്കിയ ഹാമ്പറാണിത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതെന്ന്? എന്തരോ എന്ത്. അപ്പോൾ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഇറ്റ്സ് മൈ പാഷൻ ക്രാഫ്റ്റഡ് ബൈ ആശുവാശി. ഇന്ന് നിങ്ങളൊരു ഹാമ്പർ സെറ്റിംഗ് അപാരതയാണ് കാണാൻ പോകുന്നത്. ഈ ഹാമ്പറിനെ പറ്റി പറയുവാണെങ്കിൽ ഇതെനിക്ക് വളരെ സ്പെഷ്യലാണ്. അതുപോലെ തന്നെ കുറച്ച് പണിയും കിട്ടിയ ഹാമ്പറാണ്. സംഭവം എന്താണെന്നൊക്കെ ഞാൻ വഴിയേ പറഞ്ഞു തരാം. പറഞ്ഞു വന്നപ്പോൾ നമ്മുടെ ബോക്സ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം നമുക്ക് കിട്ടുമ്പോൾ ഒരു കാർഡ്ബോർഡ് പോലെയൊക്കെ ഇരിക്കും. അതിനെ നമ്മൾ ആ ഡബിൾ സൈഡ് ടേപ്പിൻ്റെ വൺ സൈഡ് ഇളക്കി ഒട്ടിച്ചൊക്കെ എടുക്കുമ്പോൾ ഇത് ഇതുപോലത്തെ ഒരു ബോക്സ് ആവും. ബൈതപ്പൈ ഈ ഹാമ്പർ എന്തുകൊണ്ടാണ് എനിക്ക് സ്പെഷ്യൽ എന്ന് പറഞ്ഞതെന്നറിയാവോ? അതിനു മുന്നേ എനിക്ക് ഈ ഹാമ്പർ ആരാ ഓർഡർ തന്നതെന്ന് പറയാം. സംഭവം ഇതെൻ്റെ ഫ്രണ്ട് ആളുടെ വേറൊരു പ്രഗ്നൻ്റ് ആയ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഓർഡർ തന്നതാണേ. ഞാനിതിനു മുന്നേ പല ഹാമ്പറും ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നെങ്കിൽ ബർത്ത്ഡേക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ വല്ല മാരേജിനും കൊടുക്കാനോ ആയിരിക്കും. അതുതന്നെയാണ് ഇതെനിക്ക് സ്പെഷ്യൽ ആവാനുള്ള ഒന്നാമത്തെ റീസൺ. ആളിത് എന്നോട് വന്ന് ആദ്യം പറഞ്ഞപ്പോഴും ഞാൻ ആദ്യം ഒന്ന് സർപ്രൈസ്ഡ് ആയി. പിന്നെ ഞങ്ങൾ രണ്ടാളോട് ചേർന്നിട്ട് ഇതിൽ ഓരോ സാധനങ്ങളും ഏതൊക്കെ വെക്കണം എന്നുള്ളത് തീരുമാനിച്ചത്. അതിൽ ഫസ്റ്റ് വൺ ആയിരുന്നു ഞാൻ ആദ്യം കാണിച്ച ആ മഗ്. ഇതാണ് ഈ ഹാമ്പർ എനിക്ക് സ്പെഷ്യൽ ആവാനുള്ള സെക്കൻഡ് റീസൺ. എന്താണെന്നല്ലേ, നമ്മുടെ പേജിൽ കസ്റ്റമൈസ്ഡ് ബാഗ് സ്റ്റാർട്ടായിട്ടുള്ള ഫസ്റ്റ് ഓർഡറാണിത്. അപ്പോൾ പിന്നെ സ്പെഷ്യൽ ആവാതിരിക്കുമോ? അതിൻ്റെ തീം ആൾ തന്നെ തപ്പി കണ്ടുപിടിച്ച് തന്നതാണേ. അതുകൂടാതെ ഞങ്ങളതിൽ ഒരു ടവലും കുറച്ച് സ്ക്രഞ്ചീസും കുറച്ച് ഹെയർ ക്ലിപ്സും ആയിരുന്നു ആഡ് ചെയ്തത്. ഇനിയാണ് അടുത്ത യുദ്ധം, ഇതൊക്കെ എങ്ങനെ അറേഞ്ച് ആക്കുമെന്നുള്ളത്. സംഭവം കാണുന്നവർക്ക് ഇതൊക്കെ ചുമ്മാ അങ്ങ് പറക്കി വെച്ചാൽ മതിയല്ലോ എന്ന് തോന്നും. പക്ഷേ ഇതത്ര സിമ്പിൾ അല്ലടോ. ഇത് നമ്മൾ കാണിക്കുന്ന ലാസ്റ്റ് ഔട്ട്പുട്ടിലേക്ക് എത്തുന്നതിന് മുന്നേ പല സാഹസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ആദ്യം നമ്മുടെ സാധനങ്ങളൊക്കെ ഏത് രീതിയിൽ അറേഞ്ച് ചെയ്താലാണ് ശരിയാകുന്നത് അല്ലെങ്കിൽ ലുക്ക് ഉണ്ടാവുന്നത് എന്നൊക്കെ ട്രയൽ ഒരുപാട് തവണ നോക്കിയിട്ടായിരിക്കും ലാസ്റ്റ് ഒരെണ്ണം ചൂസ് ആകുന്നത്. ഇനി അത് മാത്രമാണോ? അല്ലാന്നേ, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഒരേ ലെവലിൽ അറേഞ്ച് ആക്കിയാലേ ഒരു ഭംഗി ഉണ്ടാവും. അപ്പം അതിനുവേണ്ടി പല തെർമോക്കോൾ പീസും ആ ഒരു സൈസ് അനുസരിച്ച് കട്ട് ചെയ്ത് സെറ്റാക്കണം. അതിനെല്ലാം സെക്യൂർ ആക്കിയിട്ട് വേണം നമ്മുടെ മെയിൻ ഐറ്റംസ് അതിന് മുകളിൽ വെച്ച് സെറ്റാക്കാൻ. എല്ലാം നമ്മൾ ഫൈനലൈസ് ചെയ്ത പൊസിഷനിൽ വെച്ച് ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ച് സെക്യൂർ ആക്കാൻ. അതോടെ ഹാമ്പറിൻ്റെ ഹാഫ് പോർഷൻ കഴിയും. ഇനിയാണ് അടുത്ത ടാസ്ക്, പാക്കിംഗ്. ഡയറക്റ്റ് ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബോക്സ് ക്ലോസ് ആക്കിയിട്ട് ടൈ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് സെക്യൂർ ആക്കണേ സീൽ പാക്ക് വെച്ച് ഒന്ന് ചുറ്റി ബോക്സ് ക്ലോസ് ആക്കി ടൈ ചെയ്തതിന് ശേഷം അതിന് മുകളിലൂടെ 1-2 തവണ ചുറ്റി കവറാക്കി എടുക്കാം. പിന്നെ ഈ വീഡിയോ എനിക്ക് എന്തുകൊണ്ടാണ് സ്പെഷ്യൽ ആയെന്നുള്ളതിന് മറ്റൊരു റീസൺ കൂടെ ഉണ്ട്. നമ്മുടെ ലോഗോയും ബിസിനസ് കാർഡും താങ്ക് യു കാർഡും എല്ലാം ഒന്നുകൂടെ അപ്ഡേറ്റ് ആക്കിയിട്ടുള്ള ഫസ്റ്റ് ഓർഡർ കൂടിയാണിത്. ബാക്കി പാക്കിങ്ങും അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ പണി എന്താണെന്നുള്ളതൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഹാമ്പറിൻ്റെ ഫൈനൽ ലുക്ക്? ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ. ടാറ്റാ, ബൈ ബൈ.